ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബൗണ്ടി ചോക്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. വെറും 3 ചേരുവകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തെടുക്കാം ഈ ഒരു ചോക്ലേറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ബൗണ്ടി ബാർ ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലും ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേങ്ങ കിട്ടിയിട്ടില്ലെങ്കിൽ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാ തേങ്ങ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. തേങ്ങ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. ഞാനിവിടെ അമൂലിൻ്റെ മിഠായി മേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം മിൽക്ക് മെയ്ഡ് എടുത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയും പിന്നെ ചെറിയ ചൂടുള്ള വെള്ളവും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിക്ക് പരുവത്തിലാക്കുക. അതായത് ഏകദേശം ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു പരുവം അറിയാമല്ലോ, അതേപോലെ ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കുഴച്ച് കൊടുത്താലും മതി. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ തേങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും കണ്ടൻസ്ഡ് മിൽക്ക് എത്തിയിട്ട് ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന, ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിലാകണം. അതുവരെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തപ്പോഴാണ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള പരുവായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തേങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ട് മിക്സായിട്ട് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാനുള്ള പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ബൗണ്ടി ബാറിൻ്റെ ഒരു ഷേപ്പ് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ചെറിയ ബൗണ്ടി ബാറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ ഞാനെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഡബിൾ ആക്കിയിട്ട് എടുത്താൽ മതി. ഇതിന് അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. അപ്പം ഇത് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും നമ്മുടെ ഈ റെസിപ്പിക്കില്ല. നിങ്ങൾക്കിത് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ശരി, ഞാൻ എല്ലാ ബൗണ്ടി ബാറും ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ദേ നമുക്ക് ഈ ഒരു അളവിൽ 8 കുട്ടി ബൗണ്ടി ബാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചധികം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചോക്ലേറ്റ് നമുക്കിതിനായിട്ട് ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. മെൽറ്റ് ചെയ്യുന്ന രീതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഗ്ലാസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്താലും മതി. ശേഷം നമ്മുടെ ബൗണ്ടി ബാർ ഓരോന്നും എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ സ്റ്റീൽ പ്ലേറ്റിൽ വെച്ച് കൊടുത്താലും മതി. ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നമുക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ബാറും ഇതേപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ നമുക്ക് കിട്ടുന്ന ചോക്ലേറ്റ് ഏതാണോ അത് നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡയറി മിൽക്ക് പോലുള്ള ചോക്ലേറ്റ്, പ്ലെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റ് നിങ്ങൾക്ക് ഈ ബൗണ്ടി ബാർ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ച് തരാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയതെന്ന് നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആണിത്. അപ്പോൾ നമ്മളിത് വീട്ടിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവർക്കൊക്കെ ഒരുപാട് ഹാപ്പി ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പതിവ് പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്